പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 9-ാമത്തെ അധ്യായം. അവിടെ നമ്മൾ സാവൂളിന്റെ മാനസാന്തരത്തെ പറ്റി കണ്ടുമുട്ടുകയാണ്. അവിടെ ഇപ്രകാരമാണ് നമ്മൾ കാണുക. സാവൂൾ അപ്പോഴും കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീപുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരുവാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ സാവൂൾ എന്ന് പറയുന്ന മനുഷ്യൻ ക്രിസ്തുമാർഗം സ്വീകരിച്ച എല്ലാവരെയും ബന്ധനസ്ഥനാക്കി കൊണ്ടുവരുവാനുള്ള അധികാരപത്രം അധികാരികളിൽ നിന്നും കൈക്കലാക്കി. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു. പ്രൈസ് ദി ലോർഡ്. അവനങ്ങനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി സവാരി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശം അവന്റെ മേൽ വന്നു പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് അവൻ കേട്ടു: സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു: കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി: നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വച്ച് നിന്നെ അറിയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ അവനെ താഴേക്ക് ഉന്തിയിടുകയാണ്. ആ വീഴ്ചയിൽ കിടന്നുകൊണ്ട് അവൻ ചോദിക്കുകയാണ്: കർത്താവേ, കർത്താവേ, അങ്ങ് ആരാണ്? ഒരു സ്വരം തിരിച്ചുണ്ടായി: നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവരും സ്വരം കേട്ടെങ്കിലും ആരെയും കാണാൻ സാധിക്കായാൽ സ്തബ്ധരായി നിന്നുപോയി. സാവൂൾ നിലത്തുനിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിരുന്നിട്ടും അവന് കാണാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഈ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ സാവൂളിന് കാഴ്ച നഷ്ടപ്പെടുകയാണ്. അവൻ എഴുന്നേറ്റു, പക്ഷേ അവനൊന്നും കാണാൻ പറ്റുന്നില്ല. തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ച ഇല്ലായിരുന്നു. അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇത്രയും രംഗം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. 3 ദിവസത്തേക്ക് അവന് കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനെ ഈ 3 ദിവസവും അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്തായിരിക്കും? ഭക്ഷിച്ചില്ല, പാനം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവൻ പ്രാർത്ഥിച്ചു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അവിടെ വെച്ച് അവനൊരു വലിയ മാനസാന്തരം ഉണ്ടാവുകയാണ്. സഭയെ പീഡിപ്പിച്ച്, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് ഓടി നടന്നിരുന്ന സാവൂളിന് ആ വീഴ്ചയിൽ വെച്ച് ഒരു മാനസാന്തരം ഉണ്ടാവുകയാണ്. 3 ദിവസത്തേക്ക് അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഈ 3 ദിവസം അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. അങ്ങനെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി അവൻ 3 ദിവസം ചിലവഴിക്കുകയാണ്. ഇതാ സാവൂൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എത്ര ദിവസമായി? 3 ദിവസം. 3 ദിവസം. എന്തു സംഭവിച്ചു? 10 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്, അനനിയാസ് എന്നു പേരായ ഒരു ശിഷ്യൻ ദമാസ്കസിൽ ഉണ്ടായിരുന്നു. കർത്താവ് ദർശനത്തിൽ അവനെ വിളിച്ചു. അനനിയാസ്. അവൻ വിളി കേട്ടു: കർത്താവേ, ഇതാ ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു: നീ എഴുന്നേറ്റ് ഋജിവേദി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിന്റെ ഭവനത്തിൽ താർസോസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക. അവനിതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനിതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് പറയുന്നത്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ദൈവമാണ്, യേശുവാണ് പറയുന്നത്. ആരെ പറ്റിയാണ് പറയണത്? സാവൂളിനെ പറ്റിയാണ് പറയണത്. എത്ര ദിവസമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്? 3 ദിവസം. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനു മുമ്പ് അവൻ പ്രാർത്ഥിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ക്രിസ്തുമാർഗം സ്വീകരിച്ച സകലരെ കൊന്നൊടുക്കിയവനാണ് അവൻ. ഇനിയും കൊല്ലാൻ വേണ്ടി അധികാരികളിൽ നിന്നും അധികാര പത്രവും വാങ്ങി കാത്തിരിക്കുന്നവനാണ് അവൻ. ഈ സാവൂളാണ് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്നത്. അതും വെറും 3 ദിവസമേ ആയുള്ളൂ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ടിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ ഒടയ തമ്പുരാന് ആകാശ വിശാലതയ്ക്കപ്പുറത്ത് കയ്യും കെട്ടി നോക്കിയിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മദ്യപിക്കുന്നവരും പുകവലിക്കുന്നവരും ഒരുപക്ഷെ മോശമായ ജീവിത സാഹചര്യങ്ങളിലൂടെ പോയവരും ഒക്കെ ഇരിപ്പുണ്ടാകാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പാപത്തിന്റെ വഴി ഉപേക്ഷിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുമെന്നുള്ളതിന്റെ തെളിവാണ് സാവൂളിന്റെ ജീവിതം. ഹല്ലേലൂയ. ഇതാ സാവൂൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ത് സംഭവിച്ചു? സാവൂൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? അനനിയാസ് എന്ന് പേരായ ഒരു ശിഷ്യൻ ദമാസ്കസിൽ ഉണ്ടായിരുന്നു. ഒരു പ്രവാചകൻ ഓർത്താൽ മതി. നല്ല ഒരു കൃപയുള്ള ഒരു പ്രവാചകൻ ദമാസ്കസിൽ ഉണ്ടായിരുന്നു. കർത്താവ് ദർശനത്തിൽ അവനെ വിളിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെ വചനപ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും മറ്റ് വിടുതൽ ശുശ്രൂഷകളും എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച്
അവശനായി കിടന്നുറങ്ങിയാണ്. ആര്? അനന്യാസ്. ഈ സമയത്താണ് ആര് പ്രാർത്ഥിക്കുന്നത്? സാവൂൾ എന്ന് പറയുന്ന മനുഷ്യൻ മാനസാന്തരപ്പെട്ടിട്ട് പ്രാർത്ഥിക്കുന്നത്. എന്ത് സംഭവിച്ചു? കർത്താവ് ദർശനത്തിൽ അനന്യാസിനെ വിളിച്ചു. അനന്യാസ്, അവൻ വിളി കേട്ട് കർത്താവ് അവനോട് പറഞ്ഞു, മോനെ കുട്ട അനന്യാസെ, നീ ഇപ്പോൾ ഉറങ്ങേണ്ട സമയമല്ല, നീ വിശ്രമിക്കേണ്ട സമയമല്ല. കാരണം എന്റെ മകൻ സാവൂൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ എഴുന്നേറ്റിട്ട് നീ വേഗം എഴുന്നേക്കാം, പെട്ടെന്ന് എഴുന്നേക്കണം. നീ പെട്ടെന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്യണം? രുചിവേദി എന്ന് വിളിക്കപ്പെടുന്ന ഒരു തെരുവുണ്ട്. അവിടെ താർസോസുകാരനായ സാവൂൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ താമസിക്കുന്നുണ്ട്. അവനെ പോയിട്ട് നീ അന്വേഷിക്കണം. ഹല്ലേലൂയ, പറക്കെ ഹല്ലേലൂയ. ഈ അനനിയാസൻ അങ്ങനത്തെ ഒരു തെരുവിനെ പറ്റി പോലും പറഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു തെരുവുണ്ട് തൃശ്ശൂർ പട്ടണത്തിൽ, അല്ലെങ്കിൽ എറണാകുളം പട്ടണത്തിൽ, മനസ്സിലാക്കാനായിട്ട് നമുക്ക് അങ്ങനെ എടുക്കാം. പാലക്കാട് പട്ടണത്തിൽ രുചിവേദി എന്ന് വിളിക്കപ്പെടുന്ന ഒരു തെരുവുണ്ട്. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട്, ഒരു ടാക്സി എടുത്തിട്ട് അവരോട് പറഞ്ഞാൽ മതി, അവരവിടെ കൊണ്ടുപോയി വിടും, ആ തെരുവിൽ കൊണ്ടുപോയി വിടും. അവിടെ യൂദാസിന്റെ ഒരു ഭവനമുണ്ട്. യൂദാസിന്റെ ഭവനത്തിൽ താർസോസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക. യൂദാസിന്റെ ഭവനം പേരുകേട്ട ഭവനമാണ്, വർഷങ്ങളായിട്ട് പേരുകേട്ട ഒരു ഭവനമാണ്. അവിടെ ചെന്നിട്ട് ഏതൊരു ടാക്സിക്കാരനോട് പറഞ്ഞാലും അവിടെ കൊണ്ടുപോയി വിടും. പ്രൈസ് സലാം. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അവിടെ ചെന്നിട്ട് യൂദാസിന്റെ ഭവനം അന്വേഷിക്കണം. ഭവനത്തിൽ ഈയിടെ ഒരു പുതിയ വീടും വെച്ച് ആ തറവാട്ടിൽ നിന്നും ഒരാൾ മാറി താമസിക്കുന്നുണ്ട്. സാവൂൾ എന്നാണ് അവന്റെ പേര്. അവന്റെ അടുത്തേക്ക് നീ ചെല്ലണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്താ കാരണം? ബൈബിൾ പറയുകയാണ്, യേശു പറയുകയാണ്, അവനിതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനിതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കൂ പ്രിയമുള്ളവരെ, ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത് വെറും 3 ദിവസം. നമ്മൾ എത്ര കാലമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്? സ്വരം ഉയർത്തി പ്രൈസ് അല്ലാ. ഇതാ വെറും 3 ദിവസമായി പ്രാർത്ഥിക്കുന്നു. അവന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തുകയാണ്. ഒരു മാറ്റം, അവന്റെ പ്രാർത്ഥന മാനസാന്തരപ്പെട്ട പ്രാർത്ഥനയായിരുന്നു. ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട വിശുദ്ധ ജീവിതങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് ചോദിച്ചാൽ ദൈവം എന്തും കൊടുക്കുന്നവനാണ്. ഹല്ലേലൂയ. 12-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് പോകാം. അനനിയാസ് എന്ന ഒരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തന്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവനൊരു ദർശനവും ഉണ്ടായിരിക്കുന്നു. അവനൊരു ദർശനമുണ്ടായി. ആർക്കാ ദർശനമുണ്ടായത്? സാവൂളിന് ഒരു ദർശനം ഉണ്ടാവുകയാ. എന്താ ദർശനം? അനനിയാസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ വന്ന് തന്റെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കും, അപ്പോൾ തന്റെ കണ്ണുകൾക്ക് കാഴ്ച കിട്ടും എന്നൊരു ദർശനം ആർക്ക് കിട്ടി? സാവൂളിന് കിട്ടി. എത്ര ദിവസമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്? ഉറക്കെ പറ. എന്ത് കിട്ടി? ഉറക്കെ പറയണം. നമ്മൾ എത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്? എന്ത് കിട്ടി? ഞാൻ ഓർക്കാറുണ്ട്, ഈ നമ്മൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ഇത് കണ്ണടയ്ക്കുമ്പോൾ 2 ദർശനമുണ്ട്. ഒന്ന് കണ്ണടയ്ക്കുമ്പോൾ ഉള്ള ദർശനം, ഒന്ന് കണ്ണ് തുറന്നു പിടിക്കുമ്പോൾ ഉള്ള ദർശനം. ഈ ബൈബിളിൽ നമ്മൾ കണ്ടത് കണ്ണടച്ചപ്പോഴുള്ള ദർശനമാണ്. കണ്ണ് തുറന്നു പിടിക്കുമ്പോൾ ഒരു ദർശനമുണ്ട്. ആ ദർശനം എന്താണെന്നറിയാവോ? അപ്പനെ അപ്പനായിട്ട് കാണാനുള്ള ഒരു ദർശനം, അമ്മയെ അമ്മയായിട്ട് കാണാനുള്ളൊരു ദർശനം, ഭാര്യയെ ഭാര്യയായിട്ട് കാണാനും ഭർത്താവിനെ ഭർത്താവായിട്ട് കാണുവാനുമുള്ളൊരു ദർശനം, മാതാപിതാക്കളെ മാതാപിതാക്കളായിട്ട് കാണുവാനും സഭാധികാരികളെ സഭാധികാരികളായിട്ട് കാണുവാനുള്ളൊരു ദർശനം. ഞാൻ ഓർക്കാറുണ്ട്, ദൈവമേ, പ്രാർത്ഥിക്കുന്ന മനുഷ്യന് കണ്ണ് തുറന്നു പിടിക്കുമ്പോൾ ഉള്ള ദർശനം എന്ന് കിട്ടിയായിരുന്നെങ്കിലെന്ന്. ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ. കണ്ണ് തുറന്നു പിടിക്കുമ്പോൾ ഒരു ദർശനം എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ എനിക്ക് കാണുവാൻ, അപ്പനെ അപ്പനായിട്ട് തന്നെ കാണണം, അമ്മയെ അമ്മയായിട്ട് തന്നെ കാണണം, മക്കളെ മക്കളായിട്ട് തന്നെ കാണണം, അധികാരികളെ അധികാരികളായിട്ട് തന്നെ കാണണം, ഗുരുഭൂതന്മാരെ ഗുരുഭൂതന്മാരായിട്ട് തന്നെ കാണണം. പ്രൈസ് ദി ലോർഡ്. ഇതാ സാവൂളിന് ഒരു ദർശനമുണ്ടായി. എന്താ ദർശനം? അത് കണ്ണടച്ചു പിടിച്ചപ്പോൾ ഉള്ള ദർശനമായിരുന്നു. ഏതായാലും ദർശനം, അനനിയാസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ വന്ന് തന്റെ ശിരസിൽ കൈകൾ വയ്ക്കും, അപ്പോൾ തന്റെ കണ്ണിന് കാഴ്ച കിട്ടും എന്നൊരു ദർശനം സാവൂളിനും ഉണ്ട്. ഇത് രണ്ടും ഒരേ സമയം സംഭവിക്കുകയാണ്. ഇവിടുന്ന് ദർശനത്തിൽ കർത്താവ് അനനിയാസിനോട് സംസാരിക്കുന്നു, അതേസമയം സാവൂളിനും അവിടെ ദർശനത്തിൽ കർത്താവ് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടും ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അനനിയാസ് ചാടിക്കയറി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ കർത്താവേ, മതി 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 എന്ന് പറഞ്ഞു. നീ പറഞ്ഞ സാവൂളിനെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അനനിയാസ് പറഞ്ഞു, ഈ സാവൂളിനെ എനിക്കറിയാം, ഈ സാവൂളിനെ എനിക്കറിയാം. ഇവൻ സഭയെ പീഡിപ്പിച്ചവനാണ്, ക്രിസ്തുമാർക്ക് സ്വീകരിച്ച് അനേകരെ കൊന്നൊടുക്കിയവനാണ്.
അനേകരെ കൊല്ലാൻ വേണ്ടി അധികാരികളിൽ നിന്നും അധികാര പത്രവും വാങ്ങി കാത്തിരിക്കുന്നവനാണ് നീ പറഞ്ഞ സാബൂൾ. അതുകൊണ്ട് ഒടേ തമ്പുരാനെ, നിനക്കൊരു അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. നീ ഒരു കാര്യം ചെയ്യുക, നീ ആ പത്രോസ് ചേട്ടൻ്റെ കയ്യിൽ നിന്നും ആ പുസ്തകമൊക്കെ ഒന്ന് മേടിച്ചിട്ട് ആ ജില്ലയൊക്കെ ഒന്ന് എടുത്തിട്ട്, ആ സംസ്ഥാനവും ആ ജില്ലയൊക്കെ ഒന്ന് എടുത്തിട്ട് ഈ സാവൂളിനെ പറ്റി ഒന്നും കൂടെ നോക്കാൻ പറഞ്ഞു. കാര്യം പേര് സാവൂളാകാൻ സാധ്യതയുണ്ട്, പക്ഷെ നീ പറഞ്ഞ സാവൂളാകാൻ സാധ്യതയില്ല. കാരണം ഈ സാവൂളിനെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അനന്യാസ് കടന്നങ്ങ് തട്ടിക്കേറുക. തമ്പുരാനെ, നിനക്ക് തെറ്റിയെന്നാ പറയണത്. നിനക്ക് തെറ്റിപ്പോയി, ആള് വിശക്കിയിട്ടുണ്ട്, നീ ഒന്ന് ശരിക്കും ഒന്ന് നോക്കാനാ പറയണത്. കർത്താവ് അനന്യാസിനോട് പറഞ്ഞു, അനന്യാസ്, ഒരൊറ്റ വിളിയാ, അനന്യാസ്, ഇതൊന്നും നീ എന്നോട് ഇപ്പം പറയണ്ട. എനിക്ക് പേര് തെറ്റിയെന്നോ ആള് മാറിപ്പോയെന്നോ ഇതൊന്നും എന്നോട് പറയണ്ട, എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആളൊന്നും പെശകിയിട്ടില്ല. എൻ്റെ മകൻ സാവൂൾ, ഞാൻ പറഞ്ഞ സാവൂൾ തന്നെയാണ്. അവൻ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ ചെന്ന് അവൻ്റെ ശിരസിൽ കൈകൾ വെച്ച് അവൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതിരം തുറന്നു പറഞ്ഞേ ഹല്ലേലൂയ. ഹൃദയം തുറന്നു പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നോക്കൂ പ്രിയമുള്ളവരെ, വെറും 3 ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് ദൈവം ഒരു ദൂതനെ അവൻ്റെ അടുക്കിലേക്ക് അയച്ചു. വെറും 3 ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് അവനൊരു ദർശനമുണ്ടായി. വെറും 3 ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് അവൻ സഭയിലെ തടഞ്ഞു നിർത്താനാവാത്ത ഒരു കൊടുങ്കാറ്റായിട്ട് അവൻ മാറ്റപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ പാപം ഉപേക്ഷിച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ അവന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അവന്റെ കർത്താവ് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ചുമ്മാ പ്രാർത്ഥിച്ചു കുറെ ചളുക്കോ പുളുക്കോ ദോ ഒന്നും പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമായില്ല. ഹൃദയം പരിശുദ്ധമാക്കി പാപം ഉപേക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യാചിക്കുന്ന യാചനകൾക്കെല്ലാം ഉത്തരം അവൻ തരും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു മനുഷ്യൻ അവൻ്റെ ഭാര്യയും കുട്ടിക്കൊണ്ട് ധ്യാനം കൂടാൻ വന്നത് ഓർക്കുക, കൺവെൻഷൻ വന്നത് ഓർക്കുക. ചങ്കു പൊട്ടുകയാണ്, വീട്ടുകാരുമുണ്ട്, ചങ്കു പൊട്ടുകയാണ് അവൻ്റെ. ഞാൻ ചോദിച്ചു, എന്താ? ഭാര്യയ്ക്ക് ക്യാൻസറാ. വിവാഹം കഴിഞ്ഞിട്ട് അധിക വർഷമൊന്നും ആയില്ല, ഒരു കൈക്കുഞ്ഞുണ്ട്. വിവാഹം കഴിഞ്ഞ് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് ക്യാൻസർ ആണെന്ന്. ചങ്കുപൊട്ടി കരയുകയാണ്, കുടുംബാംഗങ്ങളും കരയുകയാണ്. ബ്രദറെ, അച്ഛനെ ഒന്ന് കാണണം, ഒന്ന് പ്രാർത്ഥിക്കണം, കൺവെൻഷൻ ഒന്ന് കൂടണം, ഒരു സൗകര്യമൊക്കെ ക്രമീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കരച്ചിൽ കണ്ടപ്പോൾ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് വീണു. അതുപോലെ കരയുകയാണ്. ബന്ധുക്കൾ ഇതുപോലെ കരയുമോ? സ്വന്തക്കാർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഭർത്താവ് കരയുന്നു, ഓക്കെ, അത് മനസ്സിലാക്കാം. പക്ഷേ കൂടെ നിൽക്കുന്നവരും പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഒരു നിമിഷം അവർക്ക് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു സന്ദേശം ഇങ്ങനെ തന്നു. കുറെ നാളായി ഈ മനുഷ്യനോട് ഭാര്യ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, അതങ്ങ് ഉപേക്ഷിക്കാൻ പറയാൻ പറഞ്ഞു എന്നോട്. പ്രൈസ് ദി ലോർഡ്. കുറെ കാലമായി ഈ ക്യാൻസർ ബാധിച്ച ഭാര്യ ഈ ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്, അത് ഭർത്താവ് അങ്ങ് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ രോഗത്തിന്റെ മേൽ, ഈ പ്രശ്നത്തിന്റെ മേൽ ദൈവം ഇടപെട്ടുകൊള്ളാം എന്ന ഒരു തോന്നിപ്പ് എൻ്റെ മനസ്സിലേക്ക് ദൈവം സന്ദേശമായിട്ട് വെച്ചു തന്നു. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ഭർത്താവിനെ അല്പം മാറ്റി നിർത്തി. ഞാൻ ചോദിച്ചു, നിങ്ങൾ മദ്യപിക്കുവോ? അദ്ദേഹം പറഞ്ഞു, മദ്യപിക്കും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കർത്താവ് ഇപ്പോൾ എന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി ഇപ്പോൾ ഈ മദ്യപാനം ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ ഭാര്യയെ കർത്താവ് അനുഗ്രഹിക്കും എന്നാണ് കർത്താവ് പറയണത്. ബൈബിളിൽ ഒരു യുവാവ് യേശുവിൻ്റെ അടുക്കൽ വന്ന് ദുഃഖിതനായി തിരിച്ചുപോയി, ദുഃഖത്തോടെ വന്നതുപോലെ തിരിച്ചുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ചെറുപ്പക്കാരൻ അല്പസമയം എൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിന്നിട്ട് മദ്യപാനം ഉപേക്ഷിക്കുമെന്നും പറഞ്ഞില്ല, ഉപേക്ഷിക്കുകയെന്നും പറഞ്ഞില്ല, ഒരു ഉത്തരം പോലും തരാതെ അവിടെ നിന്ന് തിരിച്ച് പഴയ സ്ഥാനത്തേക്ക് പോയി. എന്താ പോയതിൻ്റെ അർത്ഥം? ഭാര്യ ചത്താലും വേണ്ടില്ല, മദ്യപാനം ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ചില പാപങ്ങൾ ഉപേക്ഷിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില ദുർനടപ്പുകൾ ഉപേക്ഷിക്കാൻ കർത്താവ് പറയുന്നുണ്ട്. മദ്യപിക്കുന്നവർ മദ്യപാനം ഉപേക്ഷിക്കാൻ കർത്താവ് പറയുന്നുണ്ട്. പുകവലിക്കുന്നവർ പുകവലി ഉപേക്ഷിക്കാൻ കർത്താവ് പറയുന്നുണ്ട്. മ്ലേച്ഛകരമായി ജീവിതം നയിക്കുന്നവർ അത് ഉപേക്ഷിക്കാൻ കർത്താവ് പറയുന്നുണ്ട്. അത് ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ഒരു പ്രശ്നത്തിന്റെ മേൽ നിങ്ങൾ ദൈവത്തോട് ഒന്ന് ചോദിച്ചേ, നിങ്ങൾ പ്രാർത്ഥിച്ചേ,
ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടും. ഹല്ലേലൂയ. പൂജാ രാജാക്കന്മാർ യേശുവിനെ ആരാധിക്കാൻ വരുന്നത് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പുൽക്കൂട്ടിൽ യേശു ജനിച്ചു കിടക്കുമ്പോൾ രാജാക്കന്മാർ വന്ന് യേശുവിനെ കുമ്പിട്ട് ആരാധിച്ചതിന് ശേഷം അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി എന്നാണ് പറയുക. മറ്റൊരു വഴിയിലൂടെ അവർ സ്വദേശത്തേക്ക് പോയി. വന്ന വഴിയിലൂടെ അല്ല അവർ പോയത്, മറ്റൊരു വഴിയിലൂടെ അവർ സ്വദേശത്തേക്ക് പോയി. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ മദ്യപാനത്തിന്റെ വഴിയിലൂടെയാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ ദൈവത്തെ കുമ്പിട്ട് ആരാധിച്ച് എല്ലാം സമർപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? മറ്റൊരു വഴിയിലൂടെ, മദ്യപാനമില്ലാത്ത വഴിയിലൂടെ സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യണം. പ്രൈസ് അലോം. ഇന്നിങ്ങോട്ട് വന്നപ്പോൾ അഹങ്കാരത്തിന്റെയും വെറുപ്പിന്റെയും വഴികളിലൂടെയാണ് യാത്ര ചെയ്തു വന്നതെങ്കിൽ രക്ഷകനെ കണ്ട് അവനെ ആരാധിച്ചതിന് ശേഷം മറ്റൊരു വഴിയിലൂടെ, വെറുപ്പും വൈരാഗ്യവും ഇല്ലാത്ത വഴിയിലൂടെ, സ്നേഹത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ കുടുംബത്തിൽ ദൈവം അത്ഭുതങ്ങളുടെ പെരുമഴ പെയ്യിക്കും. അപ്പോസ്തല പ്രവർത്തനം 10-ാമത്തെ അധ്യായത്തില് കൊർണേലിയസ് എന്ന് പറയുന്ന ഒരു ശതാധിപനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തെ കൊർണേലിയസ് എന്ന് പറയുന്ന ഒരു ശതാധിപനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. നമുക്ക് ആ വചനം ഒന്ന് കേൾക്കാം. 1 മുതലുള്ള തിരുവചനങ്ങളാണ്. കേസറിയായിൽ കൊർണേലിയസ് എന്ന് പേരുള്ള ഒരുവനുണ്ടായിരുന്നു. അവൻ ഇത്താലിക്ക് എന്ന് വിളിക്കപ്പെടുന്ന സൈന്യ വിഭാഗത്തിലെ ഒരു ശതാധിപനായിരുന്നു. അവൻ ആരായിരുന്നു? അവനൊരു വലിയ ശതാധിപനായിരുന്നു. അവനും കുടുംബവും ദൈവഭയവും ഭക്തിയുമുള്ളവരായിരുന്നു. അവനും കുടുംബവും ദൈവഭയവും ഭക്തിയുമുള്ളവരായിരുന്നു. അതായിരുന്നു അവനെ പറ്റി എടുത്തു പറയുന്ന, ബൈബിൾ എടുത്തു പറയുന്നത്. കൊർണേലിയസിനെ പറ്റി ബൈബിൾ എടുത്തു പറയുന്ന കാര്യം ഇതാണ്. അവനും അവന്റെ കുടുംബവും ദൈവത്തോട് ഭക്തി ഉള്ളവരായിരുന്നു. തുടർന്ന് ബൈബിൾ പറയുകയാണ്, അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. പ്രൈസ് അലോം, പ്രൈസ് അലോം. അവൻ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് ഉദാരമായി ദാനം ചെയ്യുകയും എന്തു ചെയ്തു? പിന്നെ നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ചു പോരുകയും ചെയ്തു. നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ചു പോരുകയും ചെയ്തു. ശതാധിപനാണ്, അധികാരം കയ്യിലുണ്ട്, രാജാവിന്റെ പ്രിയപ്പെട്ടവനാണ്. അതിന് മാത്രം പ്രാർത്ഥിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. പ്രൈസലോ. പക്ഷേ അവനും അവന്റെ ഭാര്യയും അവന്റെ മക്കളും ദൈവഭയമുള്ളവരായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൊർണേലിയസിന്റെയും കുടുംബത്തിന്റെയും ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ബൈബിൾ പറയുകയാണ്. ഒരു ദിവസം ഏതാണ്ട് 9-ാം മണിക്കൂറിൽ കൊർണേലിയസ് എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഒരു ദൂതൻ ആഗതനായി. ഒരു ദിവസം 9-ാം മണിക്കൂറിൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർണേലിയോസ് എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഒരു ദൂതൻ അവന്റെ അടുക്കലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ദൈവത്തിന്റെ ദൂതൻ കടന്നു വരാൻ കാരണം? എന്താ ദൈവത്തിന്റെ ദൂതൻ കടന്നു വരാൻ കാരണം? അവനും അവന്റെ കുടുംബവും ദൈവഭയമുള്ളവരായിരുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. പ്രൈസലോ, പ്രൈസലോ. അവൻ പാവപ്പെട്ടവർക്ക് ഉദാരമായി ദാനം ചെയ്തിരുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരണമെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനും എൻ്റെ കുടുംബവും നിരന്തരം ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറണം. പ്രൈസലോ. പലരും വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നത് കേൾക്കാറുണ്ട്. ബ്രദറെ പ്രാർത്ഥിച്ചോട്ടോ. പ്രൈസലോ. പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, ഈ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുന്ന നമ്മൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. മക്കൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും രോഗത്തിൽ കഴിയുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചോ 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 എന്ന് പറഞ്ഞ് ധ്യാന കേന്ദ്രക്കാരെയും പ്രാർത്ഥനാ ഗ്രൂപ്പുകാരെയും ഇവരെല്ലാം ഏൽപ്പിച്ചിട്ട്, ഏജൻസികളെ ഏൽപ്പിക്കുന്ന പോലെ ഏൽപ്പിച്ചിട്ട് ഞാൻ കയ്യും കെട്ടി എൻ്റെ ജീവിതം തോന്നിയാസ ജീവിതവുമായിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നു. പ്രാർത്ഥിച്ചോളൂട്ടോ. ഹല്ലേലൂയ. ഇവിടെയാണ് കൊർണേലിയസിന്റെ ജീവിതം നമുക്കൊരു മാതൃക നൽകുന്നത്. കൊർണേലിയസും കുടുംബവും ദൈവത്തിന്റെ സന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ ഒരു ദൂതൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു തീരുമാനമെടുത്തുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതത്തോടു കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ദാനിയേലിന്റെ പുസ്തകം കൂടി നമുക്കൊന്ന് കാണാം. 10-ാമത്തെ അധ്യായം. ദാനിയേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം. അവിടെ ദാനിയേലിനെ പറ്റി പറയുന്ന, ദാനിയേലിനും ദർശനങ്ങൾ കിട്ടിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
അവിടെ ദാനിയേലിനെ പറ്റി പറയുന്ന മനോഹരമായ ഒരു ഭാഗമുണ്ട്. നമുക്ക് ആ വചനഭാഗം ഒന്ന് കേൾക്കാം. 10-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. പേർഷ്യ രാജാവായ സൈറസിന്റെ 3-ാം ഭരണവർഷം ബെൽത്തഷാസർ എന്ന് വിളിക്കുന്ന ദാനിയേലിന് ഒരു വെളിപാടുണ്ടായി. ദാനിയേലിന് എന്തുണ്ടായി? വെളിപാടുണ്ടായി. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ദർശനം, വെളിപാട്, വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിളിൽ പ്രാർത്ഥിച്ച എല്ലാ മനുഷ്യർക്കും ഇതുപോലെ ദർശനം, വെളിപാട്, വ്യാഖ്യാനം, ദിവ്യാനുഭവം എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ദർശനം, വെളിപാട്, വ്യാഖ്യാനങ്ങൾ എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥന ആയിരിക്കണം എന്ന് മാത്രം. എന്നിട്ട് പറയുകയാണ്, ഒരു വെളിപാടുണ്ടായി. വെളിപാടുണ്ടാകുന്ന അത് സത്യവും വലിയ ഒരു യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു. വരാൻ പോകുന്ന ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു വെളിപാടായിരുന്നു ദാനിയേലിന് കിട്ടിയത്. ഒരു ദർശനത്തിലൂടെ അതിന്റെ അർത്ഥം ഗ്രഹിക്കുവാൻ അവന് കഴിഞ്ഞു. ഒരു ദർശനത്തിലൂടെ അതിന്റെ അർത്ഥം ഗ്രഹിക്കുവാൻ അവന് കഴിഞ്ഞു. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വലിയ യുദ്ധം വരാൻ പോവുകയാണ്. ആ യുദ്ധത്തെ പറ്റിയുള്ള വെളിപ്പെടുത്തലുകൾ ദൈവം ദാനിയേലിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതെങ്ങനെയാണ്? ദർശനത്തിലൂടെയാണ് കർത്താവ് അത് പറഞ്ഞു കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ദാനിയേലിന് ഈ വെളിപാടും ദർശനവും ഉണ്ടായത്? അടുത്ത വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. 2 മുതലുള്ള തിരുവചനങ്ങൾ. ദാനിയേൽ പറയുകയാണ്, ദാനിയേലായ ഞാൻ 3 ആഴ്ച കാലത്തേക്ക് വിലാപം ആചരിക്കുകയും 3 ആഴ്ച കാലം മുഴുവനും രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. ദാനിയേലായ ഞാൻ എന്തു ചെയ്തു? 3 ആഴ്ച കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. ഈ യുദ്ധത്തെ പറ്റിയുള്ള ദർശനം കേട്ടുകഴിഞ്ഞപ്പോൾ, എന്റെ രാജ്യം തകരുമെന്നുള്ള കഥ കേട്ടുകഴിഞ്ഞപ്പോൾ, എനിക്ക് ഭക്ഷണവും കഴിച്ച് കാലിന്റെ മേൽ കാലും കയറ്റിവെച്ച് എല്ലാ സീരിയലും കണ്ട് എല്ലാ സിനിമയും കണ്ട് എനിക്കിരിക്കാൻ പറ്റിയല്ലെന്ന് ദാനിയേൽ പറയുന്നത്. ദാനിയേൽ പറയുകയാണ്, ഇതിനെപ്പറ്റി കേട്ടപ്പോൾ ഞാൻ ഒരുപാട് വിലപിച്ചു. എന്നിട്ട് പറയുകയാണ്, ആ 3 ആഴ്ചക്കാലം മുഴുവനും, ഒരു നേരം എന്നല്ല, 3 ആഴ്ചക്കാലം മുഴുവനും ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. ഹല്ലേലൂയ. 3 ആഴ്ചക്കാലത്തേക്ക് ഭക്ഷിച്ചില്ല, രുചികരമായതൊന്നും തൊട്ടില്ല. അവൻ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ സന്നിധി വിലാപത്തോടെ വ്യാപരിച്ചു. എന്തുണ്ടായി? അവന് ദർശനമുണ്ടായി. എന്തായിരുന്നു ദർശനം? ഒരു രാജ്യത്തെ സംബന്ധിച്ച്, തകരാൻ പോകുന്ന രാജ്യത്തെ സംബന്ധിച്ചുള്ള ദർശനമായിരുന്നു. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 10-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി മനോഹരമായ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. ബൈബിൾ നമ്മൾ കാണുകയാണ്, അവന്റെ കൈകാലുകൾ മിനുക്കിയ ഓടിന്റെ ഭംഗിയുള്ളതും സ്വരം ജനക്കൂട്ടത്തിന്റെ ഇരമ്പൽ പോലെയുള്ളതുമായിരുന്നു. ദാനിയേലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു, മറ്റാരും കണ്ടില്ല. ദാനിയേലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു, മറ്റാരും കണ്ടില്ല. എന്താ കാരണം? ബാക്കിയുള്ളവർ ഇപ്പൊ യുദ്ധം വരുവാണെങ്കിൽ യുദ്ധം വരട്ടെ, നമുക്കെന്താ കാര്യം? അതൊക്കെ ആരെങ്കിലുമൊക്കെ നോക്കിക്കോ, രാജാവോ പട്ടാളോ ആരെങ്കിലുമൊക്കെ നോക്കിക്കോളൂ, നമുക്കെന്ത് കാര്യമെന്ന് ഓർത്ത് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും സുഭിക്ഷമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ജീവിത സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പ്രൈസലോ. ബൈബിൾ പറയുകയാണ്, ദാനിയേലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു, മറ്റാരും കണ്ടില്ല. കാരണം ഈ 3 ആഴ്ചക്കാലം ദാനിയേൽ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വിലാപത്തോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ചെലവഴിച്ചു. ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 3 ജീവിതങ്ങളെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒന്ന്, സാവൂൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അവൻ മാനസാന്തരപ്പെട്ടു പ്രാർത്ഥിച്ചു. അവന് ദർശനമുണ്ടായി, വെളിപാടുണ്ടായി, വ്യാഖ്യാനമുണ്ടായി. പ്രൈസലോ. കൊർണോലിയസും കുടുംബവും, ശതാധിപനും കുടുംബവും ദൈവത്തെ ആരാധിച്ചു. അവന്റെ ജീവിതത്തിലേക്ക് ദൈവം ഒരു ദൂതനെ അയച്ച് അവനെ സഹായിക്കുകയാണ്. ഹല്ലേലൂയ. കുടുംബം മുഴുവനും ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ കാണുകയാണ്. പ്രൈസലോ. പ്രൈസലോ. 3-ാമത് നമ്മൾ കണ്ടത് ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യനാണ്. ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ 3 ആഴ്ചക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിച്ചു വിലാപത്തോടും കൂടി പ്രാർത്ഥിച്ചു. ഒരു യുദ്ധത്തെ പറ്റിയുള്ള ഒരു അറിവ് അവന് കിട്ടി. അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ കണ്ണുനീരോടും വിലാപത്തോടും കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. പ്രൈസലോ. പ്രൈസലോ. ദാനിയേലായ അവന് മാത്രം ആ ദർശനം കിട്ടി. വേറെ ആർക്കും ദർശനം
ഉണ്ടായില്ല. ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ പ്രിയമുള്ളവരെ ഇവരുടെയൊക്കെ ജീവിതങ്ങളുടെ പ്രത്യേകത? ഇവർക്കൊക്കെ ദിവ്യ അനുഭവങ്ങൾ ഉണ്ടായി. ഇവർക്കൊക്കെ ചോദിച്ചതൊക്കെ ദൈവം കൊടുത്തു. ഇവരൊക്കെ തൊട്ടതെല്ലാം പൊന്നാക്കി. എന്താ ഇവരുടെ ജീവിതങ്ങളുടെ പ്രത്യേകത? ഒരു വിശുദ്ധമായൊരു ജീവിതം, വിശുദ്ധമായൊരു ഹൃദയം, വിശുദ്ധമായൊരു കുടുംബാന്തരീക്ഷം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ട ഒരു ജീവിതം. പ്രിയമുള്ളവരെ, ഒരു മാനസാന്തര അനുഭവത്തോടു കൂടി കുടുംബം ഒറ്റക്കെട്ടായി ദൈവത്തോട് ചോദിച്ചാൽ നമ്മൾ ചോദിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഇടപെടലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന കാര്യം 2 3 പേർ എന്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ അവിടെ ഞാനുണ്ട്. അതെവിടെയാ ഈ 2 3 പേര്? ധ്യാനകേന്ദ്രത്തിലാ? ധ്യാനകേന്ദ്രത്തിൽ 2 3 പേരല്ല, 10,000-കണക്കിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ 2 3 പേര് എവിടെയാ? അത് കുടുംബത്തിലാണ്. ആ 2 3 പേർ, കൊർണേലിയസിന്റെ കുടുംബവും ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവം ദൂതനെ അയച്ചതുപോലെ, പ്രിയമുള്ളവരെ, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ രോഗികളായി കഴിയുന്നവരുടെ മേൽ ദൈവത്തിന്റെ ഇടപെടലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുടുംബത്തിലെ കടബാധ്യതയുടെ മേൽ ദൈവത്തിന്റെ ഇടപെടലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു മനോഭാവത്തോടെ നിങ്ങൾ ഒരു ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്ന് വചനം കേട്ടാൽ അവിടെ സൗഖ്യമുണ്ടാകും. അതല്ലേ ഈ നാളുകളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? അല്ലേ അല്ലേ? ഏക മനസ്സോടുകൂടി കുടുംബാംഗങ്ങൾ എത്ര പേര് ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്ന് പ്രോഗ്രാം കാണുന്നു? അഭിഷേകാഗ്നിയാകട്ടെ, മറ്റു ശുശ്രൂഷകളാകട്ടെ, പലർക്കും കിട്ടുന്നില്ല. എന്നാൽ അനേകർക്ക് കിട്ടുന്നു. എന്താ കാരണം? ഏക മനസ്സോടെ വിശുദ്ധിയോടുകൂടി അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങളും ഉയർത്തുകയാണ്. ദാനിയേലായ ഞാൻ മാത്രം ആ ദർശനം കണ്ടു. ദാനിയേലായ ഞാൻ മാത്രം ആ ദർശനം കണ്ടു. ഒരു രാജ്യത്തെ മുഴുവൻ തകർക്കാൻ പോകുന്നതിനെ പറ്റിയുള്ള ദർശനം ദാനിയേലായി ഞാൻ മാത്രം കണ്ടു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തിലേക്ക് പെയ്തിറക്കുന്ന അനർത്ഥങ്ങൾ മുൻകൂട്ടി കാണാൻ തക്ക വിധത്തിൽ ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറന്നു തരും. ദൈവം നിങ്ങളുടെ മനസ്സുകളെ തുറന്നു തരും. പ്രാർത്ഥിക്കുന്ന കുടുംബമാണെങ്കിൽ ദൈവം അത് മാറ്റാൻ തക്ക വിധത്തിൽ ദൈവത്തിന്റെ ദൂതനെ അയച്ച് നിങ്ങളെ സഹായിക്കും. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, അതിരങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ. സ്വരം ഉയർത്തി സ്തുതിക്കട്ടെ. ദാഹത്തോടെ വിളിക്കട്ടെ. അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു ദർശനമുണ്ടായി, എനിക്കൊരു വെളിപാടുണ്ടായി, എനിക്കൊരു വ്യാഖ്യാനമുണ്ടായി. പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ അവന് ഒരു ദിവ്യ അനുഭൂതി ഉണ്ടായി. യേശു പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മുഖഭാവം മാറി. മനസ്സിന്റെ മാറ്റം മുഖത്ത് പ്രതിഫലിക്കും. മാറ്റമുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദം പൊട്ടി വിളിച്ച് യേശുവേ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, കൈയടിച്ച് ആരാധിക്കുമ്പോൾ വിടുതൽ, കൈയടിച്ച് ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. നന്നായിട്ട് കൈയടിച്ച് ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. കരങ്ങൾ ഉയർത്തിയടിച്ച് പ്രാർത്ഥിക്കാം, ആരാധിക്കാം കർത്താവേ, വല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആരാധിക്കാം കർത്താവേ, വല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. കരങ്ങൾ താഴ്ത്തി ഇടത്തോട്ടും വലത്തോട്ടും കൈയടിച്ച് അടുത്ത് നിൽക്കുന്നവരെ നോക്കി സന്തോഷത്തോടെ ഇടത്തോട്ടും വലത്തോട്ടും മെല്ലെ ഒന്ന് അനങ്ങി, മെല്ലെ ഒന്ന് അനങ്ങി. കാലുകളൊന്ന് മാറ്റി മാറ്റി ചവിട്ടി, കാലുകളൊന്ന് മാറ്റി മാറ്റി ചവിട്ടി. ശരീരം കൂടി നനക്കട്ടെ. ചോദിക്കുവിൻ എന്നാൽ ലഭിക്കും, പാടുന്നു. അന്വേഷിപ്പിൻ കണ്ടെത്തും, പാടിക്കേ. ചോദിക്കുവിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൽ കരവറ പ്രാപിക്കാൻ എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൽ കലവറ പ്രാപിക്കാൻ എത്രയോ നന്മകൾ. കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധിക്ക കർത്താവേ, വല്ലവൻ അവൻ വല്ലവൻ.
ഹല്ലേലൂയ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ വല്ലവൻ അവൻ വല്ലവൻ വിടുതൽ എന്നും പ്രാപിക്കാം വിടുതൽ എന്നും പ്രാപിക്കാം കരങ്ങൾ താഴ്ത്തി ഒന്ന് വട്ടം കറങ്ങി എല്ലാവരെയും മാറി മാറി നോക്കി കൂട്ടായ്മയുടെ വലതുകരം നീട്ടിക്കൊടുക്കുകയാണ്. അടുപ്പിലിരിക്കുന്ന തീ പിടിച്ച ഒരു വിറകുകൊള്ളി അടുത്ത വിറകുകൊള്ളികളെ കത്തിക്കുന്നത് പോലെ പരസ്പരം പ്രാർത്ഥനയിൽ ചൂട് പകരട്ടെ. തുള്ളിച്ചാടി സന്തോഷത്തോടെ മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം മടുപ്പുകൂടാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന പാലിക്കും രോഗിക്ക് സൗഖ്യമാ നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന പാലിക്കും രോഗിക്ക് സൗഖ്യമാ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ വല്ലവൻ അവൻ വല്ലവൻ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ വല്ലവൻ അവൻ വല്ലവൻ വിടുതൽ എന്നും പ്രാപിക്കാം വിടുതൽ എന്നും പ്രാപിക്കാം പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ വല്ലവൻ അവൻ വല്ലവൻ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ വല്ലവൻ അവൻ വല്ലവൻ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം ആത്മാവിൽ കണ്ണുകളടച്ച് കർത്തനെ വല്ലവൻ അവൻ വല്ലവൻ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ വല്ലവൻ അവൻ വല്ലവൻ വിടുതൽ എന്നും പ്രാപിക്കാം വിടുതൽ എന്നും പ്രാപിക്കാം വിടുതൽ എന്നും പ്രാപിക്കാം കരങ്ങൾ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ വേഗത്തിൽ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ വലിയ ഉണർവോടെ ഹല്ലേലൂയ ഹല്ലേലൂയ വലിയ സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ വലിയ ആഹ്ലാദത്തോടെ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ മാലാഖമാരോട് ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ വിശുദ്ധരോട് ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ രക്തസാക്ഷികളോട് ചേർന്ന് ഹല്ലേലൂയ 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 ഇരു കരങ്ങളും ഉയർത്തി സ്വരം ഉയർത്തി വിളിക്കട്ടെ യേശുവേ